അധികം സമയം എടുക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മോക്ക ക്രീം പുഡിംഗ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ജെലറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 ടീസ്പൂൺ ജെലറ്റിനാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് മിക്സ്ചർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സോസ് പാനിലേക്ക് 1 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീം അല്ല, സാധാരണ സിംഗിൾ ക്രീം, നമ്മൾ അമൂലിൻ്റെയൊക്കെ കിട്ടുന്ന ക്രീം, 1/4 കപ്പ് പാല്, കോഫി പൗഡർ 1.25 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഷുഗർ കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർക്കാം. ഹീറ്റ് ചെയ്യാം. ഇത് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ക്രീമും പാലും കൂടെ ഉള്ള മിക്സ്ചർ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഷുഗർ മൊത്തം ഡിസോൾവ് ആയാൽ മാത്രം മതി. നല്ല ചൂടാവണം. ജസ്റ്റ് ബിഫോർ ബോയിലിംഗ് നമ്മൾ ജെലറ്റിൻ ആഡ് ചെയ്യണം. ഓക്കെ, നല്ല ചൂടായി. നമ്മളിവിടെ ജെലറ്റിൻ, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ജെലറ്റിൻ നന്നായിട്ട് സോക്ഡ് ആയി കഴിയുമ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അത് മെൽറ്റ് ചെയ്തെടുക്കുക. ആ മെൽറ്റഡ് ജെലറ്റിനകത്തേക്ക് ചേർക്കാം. ഓഫ് ചെയ്യാം. ഈ മിക്സർ നന്നായിട്ട് കൂളാവുന്ന വരെ മാറ്റി വെക്കാം. ഈ മിക്സ്ചർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. കുറച്ച് വാനില എസൻസ് കൂടെ ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില. ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ഡെസേർട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഗ്ലാസ്സസ് ആണ്. ഒത്തിരി ഫേം ടെക്സ്ചറുള്ള ഒരു ഡെസേർട്ട് അല്ല, അപ്പം അതുകൊണ്ട് തന്നെ ഗ്ലാസ് ആയിരിക്കും ബെറ്റർ. ചെറിയ ജാസിലൊക്കെ വേണം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ബേസ് നമ്മുടെ മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ആ ഒരു മഗ് കേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഇല്ല അവിടെ എവിടെയും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടാവും. ഇതുണ്ട് അതിൻ്റെ ടെക്സ്ചർ കണ്ടോ. അത് ആദ്യം ഇടാം. ഒന്ന് ക്രംബിൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിടുക. അവിടെ എവിടെയും ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കിടപ്പുണ്ടാവും. ഇതാണ് നമ്മുടെ ബേസ്. ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഞാൻ കാണിക്കുന്ന ഈ ഒരു 3 ഗ്ലാസ്സിലുള്ള അളവാണ് കാണിക്കുന്നത്. ക്വാണ്ടിറ്റി അതിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഓരോന്നിലേക്കും ഒഴിക്കാം. നമ്മുടെ ഈ അളവെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു 5 ഡെസേർട്ട് ഗ്ലാസ്സസിൽ സെറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ഒരു കോക്ടെയിൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഈ ബബിൾസ് എല്ലാം പൊട്ടിച്ച് കളയുക. അല്ലെങ്കിൽ അരിപ്പയിൽ ഒഴിച്ചാലും മതി. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്യണം. അതൊരു 3-4 മണിക്കൂർ എടുക്കും സെറ്റ് ആവാനായിട്ട്. അതുവരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. മോക്ക ക്രീം പുഡിംഗ് ഞാൻ 1 ഹവറോളം ചില്ല് ചെയ്തു. ഇനി സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൊക്കോയോ അല്ലെങ്കിൽ കോഫി പൗഡർ ഡസ്റ്റ് ചെയ്ത് സെർവ് ചെയ്യാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് മോക്ക ക്രീം പുഡിംഗ്.
ഒരു ഇതേ ഉള്ളൂ, നമ്മൾ ചില്ലി ചെയ്ത് കുറച്ച് നേരം വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്, അടിയിലുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു റിച്ച്നെസ്സും പിന്നെ കോഫിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഡെസേർട്ടാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.